ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 83-ാം ദശകമാണ് വിവരിക്കാൻ പോകുന്നത്. അതിലെ പ്രതിപാദ്യ വിഷയം പൗണ്ഡ്രകവധവും വിവിധ വധവും എന്ന കഥയാണ്. ഒന്നാമത്തെ ശ്ലോകം. രാമേഥ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹൂതാനുപേതയമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രകവാസുദേവ. അർത്ഥം: അഥ പിന്നീട് രാമേ ഗോകുലഗതേ ബലഭദ്രൻ അമ്പാടിയിൽ ചെന്ന് പ്രമദാപ്രസക്തേ മദാന്ധേ ഗോപസ്ത്രീകളോടുകൂടി ജലക്രീഡയ്ക്ക് വിളിച്ചപ്പോൾ ഹൂതാനുപേത യമുനാദമനേ സ്വൈരം സമാരമതി വരാതിരുന്ന കാളിന്തിയെ കീഴടക്കി സുഖമായി രമിച്ചു കഴിഞ്ഞുകൂടുന്ന കാലത്ത് പൗണ്ഡ്രകവാസുദേവൻ സേവകവാദമൂഢ തവ ദൂതം ന്യയുങ്ക്ത സേവകന്മാരുടെ വാക്ക് കേട്ട് വിവേകം നശിക്കുകയാൽ നിന്തിരുവടിയുടെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. രണ്ടാമത്തെ ശ്ലോകം. നാരായണോഹമവതീർണൈഹാസ്മി ഭൂമൗ ധത്സേ കില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാത സകലൈർഹസിത സഭായാം. അർത്ഥം: ഇഹ ഭൂമൗ ഈ ഭൂമിയിൽ അവതരിച്ച നാരായണ അഹമസ്മി മഹാവിഷ്ണു ഞാനാണ്. ത്വം അപി മാമകലക്ഷണാനി ധത്സേ കില നീയും എൻ്റെ അടയാളങ്ങളെ ധരിക്കുന്നുണ്ടുപോലും. താനി ഉത്സൃജ്യ മാം ശരണം വ്രജ ഇതി ത്വാം അവയെ ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക എന്നിപ്രകാരം നിന്തിരുവടിയോട് ദൂതഃ സഭായാം സകലൈഃ ഹസിതഃ ജഗാത ദൂതൻ സഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ച് കളിയാക്കി. മൂന്നാമത്തെ ശ്ലോകം. ദൂതേഥയാദവതി യാദവ സൈനികൈസ്ത്വം യാതോ ദദർശി തവ പുക്കില പൗണ്ഡ്രഗീയം താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യശ്രീകൗസ്തുഭം മകരകുണ്ഡലപീതചേലം. അർത്ഥം: ദൂതേ യാദവതി അഥത്വം ദൂതൻ പോയതിനു ശേഷം നിന്തിരുവടി യാദവ സൈനികൈഃ യാതഃ യദുക്കളുടെ സൈന്യങ്ങളോടുകൂടി ചെന്നു നോക്കിയപ്പോൾ വക്ഷസി താപേന കൃതാംഗം അനൽപമൂല്യശ്രീകൗസ്തുഭം മകരകുണ്ഡല പീതചേലം കില മാറിടത്തിൽ പൊള്ളിച്ച് ശ്രീവത്സ ചിഹ്നമുണ്ടാക്കിയിട്ടുള്ളതും വളരെ വില പിടിച്ച കൗസ്തുഭരത്നത്തോടുകൂടിയതും മകരമത്സ്യാകൃതിയിലുള്ള കുണ്ഡലങ്ങളും മഞ്ഞപ്പട്ടും ധരിച്ചിട്ടുള്ളതുമായിട്ടത്രേ പൗണ്ഡ്രകീയം വപുഃ ദദർശിത പൗണ്ഡ്രകൻ്റെ ശരീരം കണ്ടത്. നാലാമത്തെ ശ്ലോകം. കാളായസം നിജസുദർശനമസ്യ തോസ്യ കാലാനലോത്കരകിരേണ സുദർശനേന ശീർഷം ചകർത്തിത മമർദിത ചാസ്യ സേനാം തന്മിത്രകാശിപശിരോപി ചകർഥകാശ്യാം. അർത്ഥം: കാളായസം നിജസുദർശനം അസ്യതഃ അസ്യ ശീർഷം കാരിരുമ്പു കൊണ്ടുണ്ടാക്കിയ തൻ്റെ സുദർശന ചക്രമെറിഞ്ഞ ആ പൗണ്ഡ്രകൻ്റെ തല കാലാനലോത്കരകിരേണ സുദർശനേന ചകർത്തിത കാലാഗ്നിജ്വാലകൾ പൊഴിക്കുന്ന സുദർശന ചക്രം കൊണ്ട് നിന്തിരുവടി അറുത്തു. അസ്യ സേന ച മമർദിത അവൻ്റെ സൈന്യത്തെയും തകർത്തു. തന്മിത്ര കാശിപശിരഃ കാശ്യാമപി ചകർഥ പൗണ്ഡ്രകൻ്റെ സുഹൃത്തായ കാശിരാജാവിൻ്റെ
തല കാശിയിലും ആക്കിത്തീർത്തു. അഞ്ചാമത്തെ ശ്ലോകം. ജാളേന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത് കോ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാത്. അർത്ഥം: ജാള്യേന ബുദ്ധിശൂന്യതയാലും, ബാലകഗിര കുട്ടികളുടെ വാക്ക്, അപി കില കേട്ടത് കൊണ്ടും, അഹം ഏവ ഞാൻ തന്നെയാണ്, ശ്രീ വാസുദേവ ഇതി സാക്ഷാൽ വാസുദേവൻ എന്ന്, ചിരം വളരെ കാലമായിട്ട്, രൂഢമതിഹി ബുദ്ധിയിൽ ഉറച്ചു വിശ്വസിച്ചിട്ടുള്ള, സഹ ആ പൗണ്ഡ്രക വാസുദേവൻ, ഭവദൈക്യധിയ അവിടുന്നും താനും ഒന്നാണെന്ന ഭാവനയാൽ, സായുജ്യം ഏവ ഗതഃ അഭൂത് സായുജ്യമുക്തിയെ തന്നെ പ്രാപിച്ചു. കസ്യ സുഹൃതം കഥമിതി കഹ നാമ അവേയാത് ആരുടെ പുണ്യം ഏതുവിധമാണ് എന്ന് ആരാണ് അറിയുക? ആർക്കും അറിഞ്ഞുകൂടാ. ആറാമത്തെ ശ്ലോകം. കാശീശ്വരസ്യ തനയോഥ സുദക്ഷിണാഖ്യ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാര കൃത്യാനലം കമപി ബാണരണാതിഭീതൈർഭൂതൈ കഥഞ്ചന വൃതൈ സമമഭ്യമുഞ്ജത്. അർത്ഥം: അഥ അനന്തരം സുദക്ഷിണാഖ്യഃ കാശീശ്വരസ്യ തനയഃ കാശിരാജാവിൻ്റെ സുദക്ഷിണൻ എന്നു പേരായ പുത്രൻ, സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാരഃ കമപി കൃത്യാനലം കാശി വിശ്വനാഥനെ സേവിച്ച് അവിടുത്തെ പേരിൽ ആഭിചാരം ചെയ്തിട്ട്, കൃത്യ എന്നു പേരുള്ള അഗ്നിജ്വാലാരൂപിണിയായ ഒരു ദുർമൂർത്തിയെ, ബാണരണാതിഭീതൈഹി ബാണയുദ്ധത്തിൽ ഏറ്റവും ഭയപ്പെട്ടിട്ടുള്ളവരും, കഥഞ്ചന വൃതൈഹി ഭൂതൈഹി സമം അഭ്യമുഞ്ജത് പ്രയാസപ്പെട്ട് കൂട്ടുകാരാക്കപ്പെട്ടവരുമായ ശിവഭൂതങ്ങളോടുകൂടി നിന്തിരുവടിയുടെ നേർക്ക് പറഞ്ഞയച്ചു. ഏഴാമത്തെ ശ്ലോകം. താലപ്രമാണചരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോപി പൗരൈ ദ്യൂതോത്സവേ കിമപി നോചലിതോ വിഭോ ത്വം പാർശ്വസ്ഥമാശു വിസസർജിത കാലചക്രം. അർത്ഥം: താലപ്രമാണചരണാം അഖിലം ദഹന്തീം കൃത്യാം വിലോക്യ കരിമ്പനയുടെ വലിപ്പമുള്ള കാലുകളോടുകൂടിയ സകലവും ദഹിപ്പിക്കുന്ന കൃത്യയെ കണ്ടിട്ട്, ചകിതൈഹി പൗരൈഹി പേടിച്ച പുരവാസി ജനങ്ങൾ പാഞ്ഞു ചെന്നു. കഥിതഃ അപി വിഭോത്വം പറഞ്ഞുവെങ്കിലും, പുരവാസികൾ പാഞ്ഞു ചെന്ന് പറഞ്ഞുവെങ്കിലും, ഭഗവാനെ നിന്തിരുവടി വിഭോത്വം ദ്യൂതോത്സവേ കിമപി നോചലിതഃ ചൂതുകളിയിൽ നിന്ന് തെല്ലും ഇളകിയില്ല. ആശു പാർശ്വസ്ഥം കാലചക്രം വിസസർജിത ഉടനെ അടുക്കൽ നിന്നിരുന്ന സുദർശന ചക്രത്തെ അയച്ചു. എട്ടാമത്തെ ശ്ലോകം. അഭ്യാപതത്യമിതധാംനിം ഭവൻ മഹാസ്ത്രേ ഹാഹേതി വിദ്രുതവതി ഖലു ഘോരകൃത്യാ രോഷാത് സുദക്ഷിണമദക്ഷിണചേഷ്ടിതം തം പുപ്ലോഷ ചക്രമപി കാശിപുരീമധാക്ഷീത്. അർത്ഥം: അമിതധാംനി ഭവൻ മഹാസ്ത്രേ അഭ്യാപതതി അളവറ്റ തേജസ്സോടുകൂടിയ അവിടുത്തെ സുദർശന ചക്രം നേരെ പാഞ്ഞു ചെന്നപ്പോൾ ഘോരകൃത്യാ ഹാ ഹാ ഇതി വിദ്രുതവതി ഭയങ്കരിയായ കൃത്യ അയ്യയ്യോ എന്ന് നിലവിളിച്ച് തിരിച്ചോടിച്ചെന്ന് രോഷാത്
അദക്ഷിണ ചേഷ്ടിതം തം സുദക്ഷിണം ഖലു പുപ്ലോഷ. ദുഷ്ടപ്രവൃത്തി ചെയ്ത ആ സുദക്ഷിണനെ തന്നെ കോപത്താൽ ദഹിപ്പിച്ചു. ചക്രം കാശിപുരീമപി അധാക്ഷീത്. സുദർശനം കാശി രാജധാനിയെയും ദഹിപ്പിച്ചു. 9ാമത്തെ ശ്ലോകം. സഖലു വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുരാ തവ തു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലദാംഗത. നരകസജീവോ ദേശക്ലേശം സൃജന്നഗരാന്തികേ ഝടിതി ഹലിനായുധ്യന്നദ്ധാ പപാതതലാഹത. അർത്ഥം: പുരാ പണ്ട് രക്ഷോഘാതേ കൃതോപകൃതി സഹ ഖലു വിവിധഃ. ത്രേതായുഗത്തിൽ രാവണാദി രാക്ഷസന്മാരെ വധിച്ച കാലത്ത് ഉപകാരം ചെയ്തിട്ടുള്ള രാമായണപ്രസിദ്ധനായ ആ വിവിധൻ എന്ന വാനരൻ തഥാതു തവ കലയാ മൃത്യും പ്രാപ്തും ഖലതാം ഗതഃ. ആ ദ്വാപരയുഗത്തിലാകട്ടെ നിന്തിരുവടിയുടെ അംശാവതാരത്താൽ മരണമടയുവാൻ വേണ്ടി ദുഷ്ടനായി ഭവിച്ചിട്ട് നരകസചിവ ദേശക്ലേശം സൃജൻ. നരകാസുരൻ്റെ മന്ത്രിയായിത്തീർന്ന് നാട്ടുകാർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും നഗരാന്തികെ ഝടിതി ഹലിനായുധ്യൻ തലാഹത അദ്ധാപപാത. ദ്വാരകപുരിയുടെ അടുക്കൽ വെച്ച് പെട്ടെന്ന് ബലഭദ്രനുമായി ഏറ്റുമുട്ടി കൈകളെ കൊണ്ടുള്ള അടികൊണ്ട് ശരിക്കും വീണുപോവുകയും ചെയ്തു. 10ാമത്തെ ശ്ലോകം. സാംബം കൗരവ്യപുത്രീ ഹരണനിയമിതം സാന്ത്വനാർത്ഥീ കുരൂണാം യാതസ്തദ്വാക്യരോഷോ ധൃതകരിനഗരോ മോചയാമാസ രാമ തേ ഘാത്യാ പാണ്ഡവേയൈരിതി യദുപൃതനാം നാമുജസ്ത്വം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപതേ താപശാന്ത്യൈ നിഷേവേ. 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: കൗരവ്യപുത്രീ ഹരണനിയമിതം സാംബം. ദുര്യോധനപുത്രിയായ ലക്ഷണയെ അപഹരിച്ചപ്പോൾ ബന്ധനത്തിലാക്കപ്പെട്ട സാംബനെ രാമഃ കുരൂണാം സാന്ത്വനാർത്ഥീ യാതഃ തദ്വാക്യരോഷോദ്ധൃത കരിനഗരഃ മോചയാമാസ. ബലഭദ്രൻ കൗരവന്മാരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ചെന്ന് അവരുടെ ദുർവാക്ക് കേട്ട് കോപിക്കുകയാൽ ഹസ്തിനപുരം തകർക്കാനൊരുങ്ങി സാംബനെ വിടുവിക്കുകയും ചെയ്തു. തേ പാണ്ഡവേയൈഃ ഘാത്യ ഇതി തദാനീം ത്വം യദുപൃതനാം ന അമുചഃ. ആ കൗരവന്മാരെ പാണ്ഡവന്മാരെ കൊണ്ട് കൊല്ലിക്കണം എന്ന് കരുതിയിട്ട് അപ്പോൾ നിന്തിരുവടി യാദവ സൈന്യത്തെ അയച്ചില്ല. പവനപുരപതേ, ഗുരുവായൂരപ്പ, തം അങ്ങനെ മനസ്സിലാക്കാൻ, ദുർബോധലീലം ത്വാം പ്രയാസമായ ലീലകളോടുകൂടിയ ത്വാം നിന്തിരുവടിയെ താപശാന്തിയെ നിഷേവേ സങ്കടങ്ങൾ തീർത്തു തരാൻ വേണ്ടി ഞാൻ ഭജിക്കുന്നു. സങ്കടങ്ങൾ തീരാൻ വേണ്ടി ഞാൻ ഭജിക്കുന്നു.